നമസ്കാരം യൂട്യൂബ് ലൈഫ് ഓഫ് കിച്ചുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തളപതി വിജയുടെ പുതിയ സിനിമയായിട്ടുള്ള ദ ഗോട്ട് വന്നിട്ടുണ്ട്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അതിൻ്റെ ട്രെയിലറിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോഴാണ് ഇന്ന് അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വരാൻ പോവാണെന്ന് 2 ദിവസം മുന്നേ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്നിരിക്കുകയാണ് മക്കളെ, നമ്മുടെ അണ്ണൻ്റെ പുതിയ സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. 2 മിനിറ്റും 52 സെക്കൻഡുള്ള വീഡിയോ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ, Guys, this is a new assignment. உங்களை லீட் பண்ண போறது ஒரு புது லீடர். 68 international successful operations, hostage negotiator, field agent, spy. In short, he is a goat of SATs. குழந்தை நல்லா இருக்கு, ஒன்னும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன் இல்ல, காந்திய நினைச்சுதான் டென்ஷன். இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வரதில்ல. இனிமே சத்தியமா கூடாதுடா. ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமா இருக்கு. சில்லி மூமெண்ட். அறிவு இருக்கடா உனக்கு? எல்லா மிஷனுக்கு ஃபேமிலியோட ஹாலிடேக்கு போவானா? அதுவும் பேங்காக்கு குடும்பத்தோட போவானா? நான் அனுபவிச்ச இந்த பெயினை காந்தியும் அனுபவிக்கணும். இல்லப்பா, யார் இன் டேஞ்சர். இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன். ஆனால் ஃபார் த ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்குறேன். சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போகிறாங்க. பிரச்சனையை விட்டு நீங்க 2 பேரும் சண்டை போட்டுட்டு இருக்கீங்க. உன்னால முடியல, நான் சொல்லு, நான் போட்டேன். ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு. எப்படின்னு யோசிக்கிறீங்களா? எவ்வளோ வயசான என்னையா? A lion is always a lion. Do you think you can stop me? Do you think you can stop me? No one can stop me. மருதமலை மாமணியே முருகையா, தேவனின் குலம் காக்கும் வேலையா ஹையா. Waiting. I am also waiting. We are also waiting. ഓ കൊള്ളാലോ, എന്തായാലും കളർഫുൾ ആയിട്ടുണ്ട്. മൊത്തം അടി വെടി അത് സാധനങ്ങളായിരിക്കും മൊത്തം. എന്തായാലും ഫാമിലി പാസം ഉണ്ടാവായിരിക്കും, എന്തായാലും ഉണ്ടാവായിരിക്കും. അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് പോയാൽ മതി ആൾക്കാർ. പിന്നെ സ്റ്റണ്ട് ഒരു രക്ഷയിലാണ്. എത്ര സ്റ്റണ്ട് ഉണ്ടെന്ന് ഈ ട്രെയിലറിൽ തന്നെ ഒരു എത്ര എണ്ണമോ കാണിച്ചു. അപ്പം എന്തായാലും നല്ല അടി ഉള്ളൊരു സിനിമയായിരിക്കാം. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ എനിക്ക് വിജയ് ഇതിൽ 3 ഗെറ്റപ്പിൽ വരുന്നുണ്ട്. അച്ഛൻ്റെ, പിന്നെ അച്ഛൻ്റെ തന്നെ പാസ്റ്റ് കാണിക്കുന്നത്, പിന്നെ മകൻ്റെ ആ ഒരു AI ടെക്നോളജി വെച്ചിട്ടുള്ള ഒരു പരിപാടി ഇത്തിരി മോശമായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിനി ചെറിയ സ്ക്രീനിൽ കണ്ട കാരണമാണോന്ന് അറിയില്ല. പക്ഷെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അത് എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് അതപ്പോൾ നമുക്ക് സെപ്റ്റംബർ 5-ാം തീയതി തന്നെ കാണാം. എന്തായാലും വെങ്കട് പ്രഭുവിൻ്റെ സിനിമകൾ എനിക്കറിയില്ല, പക്ഷെ ഒന്നില്ലെങ്കിൽ പടം വളരെ മോശമായിരിക്കും, അല്ലെങ്കിൽ പടം കയറി നല്ല പടമായിരിക്കും. എന്തായാലും വിജയ് അണ്ണൻ തളപതിയുടെ ആ ഒരു തിയേറ്ററിൽ കാണുമ്പോഴുള്ളൊരു ആവേശം, അതൊരു വ്യത്യസ്ത ഒരു അനുഭവം തന്നെയാണ്. എന്തായാലും ഒരു അന്യഭാഷാ നടൻ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഇത്രയും ഓളം സൃഷ്ടിക്കാനൊക്കെ സാധിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞ ഇതിന് മുന്നിറങ്ങിയ ലിയോ മൂവി
ആള് ഫസ്റ്റ് ഡേ തന്നെ എത്രയോ കളക്ഷനാണ്, എല്ലാ റെക്കോർഡും ആള് അണ്ണൻ തൂക്കിയാണ് എടുത്തിട്ട് പോയി. 12 കോടിക്ക് മേലെയാണ് കളക്ഷൻ ഉണ്ടായിരുന്നത് ലിയോ മൂവിക്ക്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നടന്മാരുണ്ട്, അവരെയൊക്കെ മറികടന്നിട്ട് ഒരു റെക്കോർഡ് സൃഷ്ടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പല അന്യഭാഷ നടന്മാർ ഇവിടെ വന്നിട്ട് കുറെ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വിജയെ പോലെ ഒരാൾക്ക് കേരളത്തിൽ അത് നമ്മുടെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആക്ടേഴ്സിനെയൊക്കെ മറികടന്നൊരു ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രേറ്റ്. എന്തായാലും കാണാം, കണ്ടിട്ടാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഒരു ട്രെയിലർ കണ്ടിട്ട് നമുക്ക് സിനിമേനെ ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ട്രെയിലർ മോശമാണെന്നുണ്ടെങ്കിൽ സിനിമ അടിപൊളിയായിരിക്കാം. ചില ട്രെയിലർ കാണുമ്പോൾ ഇത് ഗംഭീര പടമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് അട്ടർ ഫ്ലോപ്പായിരിക്കും. അങ്ങനെ നല്ല ട്രെയിലറും നല്ല സിനിമകളും അങ്ങനെ വന്നിട്ടുണ്ട്, മോശമായിട്ടുമുണ്ട് അവിടെ ഇവിടെ. അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യാം. 2024 സെപ്റ്റംബർ 5 വി ആർ വെയിറ്റിംഗ് ഫോർ യുവർ ദ മൂവി ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. എന്തായാലും അണ്ണൻ അങ്ങോട്ട് വരട്ടെ. അണ്ണൻ വരുമ്പോഴാണ് ഒരു ഉഷാറ് തിയേറ്ററുകൾക്കൊക്കെ അല്ലേ. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണ കാര്യം, ഷെയർ ചെയ്യണ കാര്യം, സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണനയിൽ വെക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.